എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ആഴ്ചയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ യാത്ര ഇപ്പോൾ ജോർദാനിൽ കൂടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഭൂമിയിലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന വാദിറം ഡെസേർട്ടിനുള്ളിൽ കൂടിയുള്ള ഒരു സാഹസിക യാത്രയെ പറ്റിയായിരുന്നു. വാദിറമ്മിലെ ചുവന്ന മരുഭൂമിയിലെ അത്ഭുതങ്ങളും അവിടെ താമസിക്കുന്ന ബെദുവിൻ ഗോത്ര വിഭാഗങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. സോ മൈ ഫ്രണ്ട് അതാണ് പച്ച ആള് കിടല്ലാതെ ഭയങ്കര മാർക്കറ്റിംഗ് സ്കില്ലാണ് പുള്ളിക്കുള്ളത്. എന്റെ അടുത്തേക്ക് പുള്ളിട്ട് ഹലോ, what is your name, my dear? Ayub. Okay, nice to meet you, Ayub. What's your name, sir? Eid and Ayub. Give me high five. ഇന്ന് ഞാൻ ഈ വാദിറമ്മിൽ നിന്നും യാത്രയാവുകയാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ച് ലോകാത്ഭുതമായ പെട്ര കാണുവാനാണ് ഞാൻ പോകുന്നത്. പോകുന്ന വഴികളിലെല്ലാം നമുക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനാവും. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ചുവന്ന മരുഭൂമിയും വലിയ മൺകൂനകളും പാറക്കെട്ടുകളും വിൻഡ് മില്ലുകളും എല്ലാം ഈ യാത്രയിലെ പ്രത്യേകതയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇവിടുത്തെ ഈ ജോർദാനിലുള്ള വാദിറം എന്ന് പറയുന്ന വളരെ വിശാലമായ വളരെ വലിയ ഒരു ഡെസേർട്ടിനുള്ളിൽ പോയി ഒരു ദിവസം താമസിച്ചു. അത് അവിടുത്തെ ട്രൈബൽ ആൾക്കാരുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതിൽ ഒരു ഡെസേർട്ട് ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു. അതിലൂടെയൊക്കെ ഡെസേർട്ടൊക്കെ പോയി കണ്ടു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. കാണാത്തവർ കാണുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വാദിറം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് എൻ്റെ യാത്ര ഇനി ആരംഭിക്കുന്നത്. ഇനി ഞാൻ പോകുന്നത് വാദിറമ്മിൽ നിന്നും വളരെ ദീർഘദൂരമായ ഒരു യാത്രയാണ്. അത് പോകുന്നത് പെട്രയിലേക്കാണ്. പെട്ര, വളരെ മനോഹരമായ പെട്ര. ലോകാത്ഭുതങ്ങളാണ് പെട്ര. ആദ്യം ഞാൻ പോകുന്നത് ലിറ്റിൽ പെട്ര, അതിനുശേഷം പെട്ര. അങ്ങനെ 2 ദിവസം ഇനി പെട്രയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വാദിറമ്മിൽ നമുക്ക് പ്രധാനമായും ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിദുവിൻ കമ്മ്യൂണിറ്റി എന്നാണ് അവരെ വിളിക്കുന്നത്. ഒട്ടനവധി ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൽ കുറച്ച് പേരെയൊക്കെ ഞാൻ കണ്ടു, വർത്തമാനം പറഞ്ഞു. വളരെ വെൽക്കമിങ് ആയ ആൾക്കാരാണ് അവർ. ഇനി പെട്രയിലേക്ക് ഉള്ളൊരു യാത്രയാണ്, വളരെ ദീർഘദൂരമായ യാത്ര. എനിക്കൊരു നല്ലൊരു ഡ്രൈവറുണ്ട്. അദ്ദേഹം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി പെട്രയിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷന് ഒരുപാട് ഹിസ്റ്ററികൾ പറയാനുണ്ട്. അപ്പം അത് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. വാദിറമ്മിൽ നിന്നും പെട്രയിലേക്കുള്ള യാത്രാ മധ്യം നമുക്ക് കാണാനാവുന്നതാണ് ഈ ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷൻ. ഹിജാസ് റെയിൽവേ എന്നറിയപ്പെടുന്ന ഈ ഒരു റെയിൽവേ ലൈനിൻ്റെ ചരിത്രത്തെപ്പറ്റി ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറയാം. ഓട്ടോമൻ ഭരണകാലത്ത്, അതായത് 1900-നും 1908-നും ഇടയിലുള്ള 8 വർഷം കൊണ്ടാണ് ഈ ഒരു റെയിൽവേ ലൈൻ നിർമ്മിച്ചിരിക്കുന്നത്. 2241 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു റെയിൽവേ ലൈൻ തുർക്കിയിലെ ഇസ്താംബൂളുമായി സൗദി അറേബ്യയിലെ മക്ക, മദീന നഗരങ്ങളെ ബന്ധിപ്പിക്കുവാനായിരുന്നു പണി കഴിപ്പിച്ചത്. സിറിയയിലെ ദമാസ്കസിൽ നിന്നും ജോർദാൻ വഴി സൗദിയിലെ മദീനയിൽ എത്തിച്ചേരുന്ന ഒരു വലിയ റെയിൽവേ ലൈൻ. ഈ ഒരു റെയിൽവേ ലൈൻ ഓട്ടോമൻ ഭരണകാലത്തെ ഒരു പ്രധാനപ്പെട്ട ഗതാഗതമായിരുന്നു. 1-ാം ലോകമഹായുദ്ധകാലത്ത് ഈ ഒരു റെയിൽവേ ലൈൻ തകർക്കപ്പെട്ടെങ്കിലും ഇന്ന് ഇതൊരു വലിയ ചരിത്ര പ്രസിദ്ധമായ വസ്തുതയായി നിലനിൽക്കുന്നു. ഒട്ടനവധി ടൂറിസ്റ്റുകളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കാണുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വാദിറമ്മിൽ ചിത്രീകരിച്ചിരിക്കുന്ന ലോകപ്രസിദ്ധമായ പല സിനിമകളുടെയും പോസ്റ്ററുകളും മറ്റ് ഇൻഫർമേഷൻസും എല്ലാം നമുക്ക് കാണാനാവുന്നതാണ്. ഈ വീഡിയോ ചെന്ന് നിൽക്കുന്നത് ലിറ്റിൽ പെട്രയുടെ മുമ്പിലാണ്. അവിടെ കൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്
ജോർദാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സദേൺ ജോർദാൻ, ഈ പെട്ര, ഇവിടുത്തെ ഒരു ഡെസേർട്ടിലൂടെയുള്ള യാത്ര, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെട്ര ഭയങ്കര മനോഹരമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് പെട്ര. അപ്പം അതെല്ലാം ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ വണ്ടിയിലേക്ക് കയറുകയാണ്, ഇനി യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിലേക്ക് കുറേ സമയം എടുക്കും. ചില ഇടയ്ക്ക് ഫുഡ് കഴിക്കണം, വെള്ളമൊക്കെ മേടിക്കണം, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. കണ്ണാടി വെക്കാതെ പറ്റിയല്ല. നമ്മൾ ഈ മുമ്പിലേക്ക് നോക്കുമ്പോഴത്തേനുണ്ട് തിളച്ച് നിൽക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ സംഭവം. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പെട്രോയെ പറ്റി ഒരു വളരെ വലിയ നല്ല ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. കുറച്ചൊക്കെ ചെല്ലട്ടെ. ഇതിന് മുമ്പിലത്തെ വ്യൂ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മനോഹരമായ വ്യൂ ആണ്. Okay. Oh, see this? You should do high towers for communication. ഞങ്ങൾ ഏകദേശം വാദിറമ്മിൽ നിന്നും വിട്ട് ഇപ്പം ഞങ്ങൾ പെട്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. 2 മണിക്കൂർ എടുക്കും ഇവിടുന്ന് യാത്ര. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ മിസ്സായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇദ്ദേഹം പെട്രോൾ അടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒരു സ്ഥലത്ത് നിന്നു, കുറച്ച് പെട്രോൾ അടിച്ചു. ഇവിടെ 1 ദിനാറിൽ താഴെയാണ് പെട്രോളിൻ്റെ വില. ഞങ്ങൾ അവിടുന്ന് പോന്നപ്പം 32 ഡിഗ്രി ആയിരുന്നു ചൂടെങ്കിൽ, അതിന് താഴെ 32 ആയിരുന്നെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ 27 അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തണുപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ ഫ്രണ്ടിലൊരു വലിയ വണ്ടി പോകുന്നുണ്ട്. നോക്കത്താ ദൂരത്തെ ഇങ്ങനെ മണൽ കൂനകൾ പോലെ ഇങ്ങനെ വലിയ കുന്നുകളാണ്, ഭയങ്കര വലിയ കുന്നുകൾ. ഇവിടെ പിച്ചിരുമ്പ് ഞാൻ കാണിച്ചില്ല, ഒലിവ്, അതൊക്കെയാണ് ഇവിടെ പിടിക്കത്തുള്ളൂ. അല്ലാതെ ഒന്നും വേറെ എന്തിവിടെ വളരാനാ ഈ ചൂടത്തും ഒക്കെ. അങ്ങനത്തെ സ്ഥലമാണത്. പിന്നെ വഴികളൊക്കെ അത്യാവശ്യം നല്ല വഴികളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ ആടുകളെ കാണാം. ആടുകൾ, ഇത് അവിടെ കുറേ ആടുകളുണ്ട്. കുറേ ആടുകളെ കൊണ്ട് പോകുന്നുണ്ട്. ആട്, ഒട്ടകം, ഇതിനൊക്കെ അവിടെ കാണാനുള്ളൂ. അതായത് ഈ അമാൻ സിറ്റിയിലാണ് ആൾക്കാർ കൂടുതലും താമസിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ വളരെ കുറവാണ്, റിമോട്ട് ഏരിയയിൽ. ഈ പെട്രോൾ ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാർ താമസിക്കും. കാരണം വെച്ചാൽ അതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണല്ലോ. ബ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ, അത് ജോർദാനിലാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു. മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുമല്ലേ സാധനം. എൻ്റെ പൊന്നെ, ഇതിങ്ങനെ കിടക്കുക നോക്കത്താ ദൂരത്ത്. ഒരു സ്ഥലത്ത് വണ്ടി ഒന്ന് നിർത്തിയതാണ്. അതായത് അയ്യോ മടുത്ത്, നല്ലൊരു ദീർഘദൂര യാത്രയായിരുന്നു. ഇങ്ങോട്ടുള്ള വഴികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അതായത് വിൻഡ് മില്ലും പിന്നെ മൊട്ടക്കുന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേനുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മണ്ണുകൾ കൊണ്ടുള്ള മൊട്ടക്കുന്നുകൾ കാണാം. ഇതൊരു ലിറ്റിൽ പെട്രയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇവിടെ നിന്ന് ഇനിയൊരു 30-40 കിലോമീറ്ററിനുണ്ട് ലിറ്റിൽ പെട്രയിലേക്ക് ചെല്ലാൻ. അപ്പോൾ ഞങ്ങൾ ഏകദേശമായി. ഇതൊരു വലിയ ഹൈയസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട്, ചായ, കാപ്പി ഇതൊക്കെ നമ്മുടെ മെയിൻ ദേശീയ ആഹാരങ്ങളാണ്. ഇപ്പം ഒരു ദിവസം 3-4 ചായയൊക്കെ കുടിക്കും. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാൻ.
നമ്മൾ ഇവിടുന്ന് നമ്മൾ പോകുന്ന പെട്രയിലേക്കാണ്. അപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവൻ. കണ്ടില്ലേ, ഒരു മനുഷ്യൻ ഈ നോമാൻസ് ലാൻഡ് എന്നൊക്കെ പറയണ പോലെയാണ്. ഒരു മനുഷ്യൻ പോലും ഇവിടെ ജീവിക്കത്തില്ല. കണ്ടില്ലേ, ഇപ്പം നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേന് അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത വലിയ കാലാവസ്ഥയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പെട്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. മനസ്സിലായത്, ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നാണ് ഇനി പെട്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ അതിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കടയുണ്ട്. ഈ കടയിൽ ഇങ്ങനെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അകത്ത് കയറി ഇനി ഒരു കോഫിയോ എന്തെങ്കിലും കുടിക്കണം. പല പല സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ കസേരകളും. നമ്മൾ ഇതിനു മുമ്പും പല കടകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് കസേരയും. ഇത് കണ്ടില്ലേ, ഒത്തിരി ഇവിടുത്തെ സ്ത്രീകൾ ഇടുന്ന ഡ്രസ്സുകളും. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുത്ത് പുള്ളി കോഫി ഉണ്ടാക്കണം പറഞ്ഞിട്ടുണ്ടോ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കേട്ടോ കോഫി ഉണ്ടാക്കണേ. ഉണ്ടല്ലേ, തിളച്ച് വരുമ്പോഴത്തേനും തിളച്ച് വരുമ്പോൾ നല്ല കഷായം പോലെ ഇരിക്കും സാധനം, കഷായം പോലെ. മനസ്സിലായോ? يا عمي ده قارة، ده هي اسمها قارة استراليا. دي قارة استراليا غير دولة استراليا ولا هو كله مع بعضه؟ بيقول لي كل مدينة بيختلف فيها سعر البنزين. يا سلام. Oh yeah. Thank you. Welcome يا مهران. Thank you my brother. Welcome. കേക്കും ചായയും 3 ദിനാറ് അത്രയൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെന്നേ. ഞാനും ഒരു ചായ കുടിച്ചു, അണ്ണനും ഒരു കാപ്പി. ചായ കേട്ടോ, കാപ്പി. ഞങ്ങളിത് വീണ്ടും കയറാൻ പോവാം. Petra location in Wadi Musa. Wadi Musa, okay. Wadi Musa. Moses Valley. Moses Valley, Wadi Musa. Yeah. ഒരു ചെറിയ ടൗണിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്, പെട്രയിലേക്ക്. എത്തിയിട്ടില്ല കേട്ടോ പെട്ര. ഇത് ചെറിയൊരു സിറ്റിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നമ്മൾ പെട്രയിലേക്ക് എത്തും. എത്താറൊക്കെ ആയി. ചെറിയ സിറ്റി. ഇവിടുത്തെ കടകളൊക്കെ കണ്ടില്ലേ, വ്യത്യസ്തമായ കടകൾ, ബിൽഡിങ്ങുകൾ ഒക്കെ വ്യത്യസ്തമായ ബിൽഡിങ്. ചങ്ങായി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, അതായത് പുള്ളി പറഞ്ഞു ഇവിടുന്ന് ഒരു നല്ല കിടുക്കം വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാ, ഇവിടുന്ന് ഒരു നല്ല വ്യൂ ഉണ്ട്. അതായത് നമ്മളിനി പെട്രോളിലേക്ക് ചെല്ലുവാണ്. അതിന് ചെല്ലുന്നതിന് മുമ്പായിട്ട്, ലിറ്റിൽ പെട്രോളിലേക്ക് ചെല്ലുന്ന മുമ്പായിട്ട് ഇവിടുന്ന് ഒരു നല്ല മനോഹരമായൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് താഴെ കാണുന്നതാണ്, ഇവിടെ കാണുന്നതാണ് പെട്ര എന്ന് പറയുന്ന സ്ഥലം. അവിടെ താഴെ വിസിറ്റർ സെൻറ്റർ ഉണ്ട്. അതിൻ്റെ തൊട്ട് മേളിൽ പെട്ര എന്ന് പറയുന്ന ഒരു അതിൻ്റെ അകത്തൊരു വാദി മൂസയിൽ ഒരു വില്ലേജ് ഉണ്ട്. അതിൻ്റെ അകത്താണ് ലിറ്റിൽ പെട്ര. അതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ലിറ്റിൽ പെട്രയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് പോകും. അത്രയൊക്കെ ഉള്ള വീഡിയോ കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട, ഇച്ചിരി ലെങ്തി ആയിപ്പോയി അല്ലേ? എന്നാലും നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയില്ലേ എന്താണ് പെട്ര എന്നുള്ളതും. അതൊക്കെ ഒരു നല്ല ഹോട്ടലാണ്, കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട്. വാടി മൂസയിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, പെട്രയുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് കേട്ട് ഇവിടെ ബൊഫയാണ്. ഞാൻ ഈ ബൊഫയിലെ സാധനങ്ങൾ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാനിന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അന്നേരം ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും എന്തോരം ഫുഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്തോളൂ. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്തോരം ഫുഡുകളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇവിടുന്ന് നമ്മളങ്ങ് തുടങ്ങുവാണ്. ഇത് പ്ലേറ്റ്, ഇത് റൈസാണ്, ആ ചങ്ങായി അടച്ചു വെച്ച്. ഇത് ചിക്കൻ, ഇത് ബീഫ്, നൂഡിൽസ്,
സ്റ്റഫ്ഡ് സുക്കീൻ, സ്റ്റഫ്ഡ് സുക്കീൻ. പിന്നെ ദേ ഇവിടെ അടുത്തത് ഇങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ റെസ്റ്റോറൻറ്റ് കാണാൻ. മുഴുവൻ സാലഡുകളാണ്. സാലഡ് 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 സാലഡ്, പല തരത്തിലുള്ള സാലഡ്. ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. പല തരത്തിലുള്ള സാലഡുകൾ. അവിടുന്ന് നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ മുഴുവൻ സാലഡുകളാണ്. സാലഡ് 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 സാലഡ്, കണ്ടില്ല, മുഴുവൻ സാലഡ്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് മുഴുവൻ ഡെസേർട്ടുകളാണ്. ഡെസേർട്ടുകൾ ഉണ്ട്. എന്തോരം തരത്തിലുള്ള ഡെസേർട്ടാണ് നോക്ക്. മുഴുവൻ ഡെസേർട്ടുകൾ. ഇവിടെയും പലതരത്തിലുള്ള ഡെസേർട്ട്. ഇതും മുഴുവൻ ഡെസേർട്ടുകൾ. ഇതിനെന്ത് നല്ല മധുരമുണ്ട് ഇതിന്. ഇത്രയും സാധനമുണ്ട്. ഇത്രയും സാധനത്തിൽ നിന്ന് ഞാൻ എന്തോരം എടുത്തെന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫുഡ്. അപ്പം ഞാൻ ഇനി കഴിക്കാൻ പോവാം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ലിറ്റിൽ പെട്ര കണ്ടിട്ട് നമ്മൾ ഹോട്ടലിൽ പോകും. അടിപൊളി ഫുഡ്, എൻ്റെ അമ്മേ. ഇനി ചിലപ്പോൾ മിക്കവാറും നാളത്തെ ഞാൻ ഇവിടെ വന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട്. Okay, so I'll start from here. Yeah, that's the trail. I show it to you from up to give you. Okay. If you would like, you can continue to the monastery. Oh, monastery. Okay. Only this is far. Okay. 800 for steps. Yeah, okay. അപ്പോൾ ഞാൻ ലിറ്റിൽ പെട്രയിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതൊരു ചെറിയ സ്ഥലമാണ് കേട്ടോ. ലിറ്റിൽ പെട്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാളെ കാണാൻ പോകുന്ന വലിയ സംഭവത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ചെറുത്, ചിന്നത്. നാളെയാണ് ഞാൻ ഈ പെട്രയിലെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സമയം ചിലവഴിക്കാൻ പോകുന്നത്. എൻ്റെ ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളെയൊക്കെ കാണാം. ഇതൊരു ഫസ്റ്റ് സൈറ്റാണ്. ഇതേപോലെയുള്ള ഭയങ്കരമായ സൈറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പം ഞാൻ ലിറ്റിൽ പെട്ര എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ലിറ്റിൽ പെട്ര ജോർഡാനിൽ പെട്രയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ര എന്ന് പറയുന്ന അത്ഭുതങ്ങൾ, ലോകാത്ഭുതത്തിൽപ്പെട്ട ഒന്നാണ്. അത് ഇവിടെയല്ല സൈറ്റ്, വേറെ സൈറ്റാണ്. പിന്നെ ഇവിടെ ലിറ്റിൽ പെട്ര എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സൈറ്റാണിത്. നമ്മൾ ലിറ്റിൽ പെട്രയിലേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു കാഴ്ച. ലിറ്റിൽ പെട്രയിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെറിയ ഒരു ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. ഇതിൻ്റെ അകത്തോടെയാണ് നമ്മൾ ലിറ്റിൽ പെട്രയിലേക്ക് കിടക്കുന്നത്. ജോർദാനിലെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലിറ്റിൽ പെട്ര എന്ന് പറയുന്നത്. നമ്മൾ നാളെ കാണുവാൻ പോകുന്ന ലോകാത്ഭുതമായ പെട്രയുടെ ഒരു ചെറിയ ഒരു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വലിയ പാറക്കെട്ടുകളെല്ലാം തുറന്ന് പലതരത്തിലുള്ള നിർമ്മിതികളാണ് ഫസ്റ്റ് സെഞ്ചുറി സിയിൽ നെബാറ്റിയൻ അറബ്സ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രം തന്നെ നമുക്ക് ഈ ഒരു ലിറ്റിൽ പെട്രയിൽ കാണാവുന്നതാണ്. രണ്ടായിരം 2500 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ഇതിൻ്റെ അകത്ത് താമസിച്ചവരാണ്. അവരൊക്കെ പണിതാണിത്, അറബ്സ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ എന്താണ് ലിറ്റിൽ പെട്ര, അതിൻ്റെയൊക്കെ ഒരു സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ലിറ്റിൽ പെട്ര എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ പെട്രയിലേക്ക് ഉള്ളതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ ഒരു കാഴ്ചയാണിത്. മനസ്സിലായില്ലേ? ഈ ലിറ്റിൽ പെട്ര ആയാലും എവിടെയെങ്കിലും പോകുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് മതി ഇവിടെയൊക്കെ കയറാൻ. അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് മടുക്കും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ കുറേ ഉണ്ട് കയറാൻ, കയറി മേളിച്ചെല്ലാൻ. ഒരു കാലത്ത് മനുഷ്യനൊക്കെ ഇവിടെ
2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ജീവിച്ചതാണ്. എന്നോട് എൻ്റെ കാർ ഓടിക്കുന്ന ഡ്രൈവർ എന്നാ പറഞ്ഞതെന്നറിയോ, അങ്ങനെ ഇന്ന് ഇപ്പം ഈ കാണാൻ പോകുന്ന ലിറ്റിൽ പെട്ര പ്രധാനപ്പെട്ട പെട്ര വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 10% to 20% പോലും ഇല്ലത്. നാളെ 6 മണിക്കൂറാണ് ഈ പെട്ര എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടി ഒരു ടൈം. 6 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞേ മിനിമം. ഞാൻ നോക്കിയിട്ട് ഇതാണെങ്കിൽ ഇതിപ്പോൾ ചെറുത് തീർന്നല്ലോ. ഇനി കാണിച്ചിരുന്നു വേണ്ട. അപ്പോൾ ലിറ്റിൽ പെട്രയിലെ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ലിറ്റിൽ പെട്ര. അവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ വലിയ മനോഹരമായ പല നിർമ്മിതികളും കണ്ടു. അവർ ആദിമകാലത്ത് നിർമ്മിച്ച. ഇതാണ് ലിറ്റിൽ പെട്രയിലെ ഒരു യാത്ര. നാളെ ആണ് ദ റിയൽ പെട്ര എന്ന് പറയുന്ന അത്ഭുതത്തിലേക്ക് ഞാൻ പോകുന്നത് നാളെ. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് തുടങ്ങും. 6 മണിക്കൂർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആരംഭിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി പല സ്ഥലങ്ങളും കണ്ടു, പലതും മനോഹരമായ ജോർദാൻ്റെ പല ലാൻഡ്സ്കേപ്പുകളും കണ്ടു ഇവിടെ എത്തി. ഇന്ന് എൻ്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ പെട്രയിലെ മനോഹരമായ പെട്ര, അത്ഭുതം നിറഞ്ഞ പെട്ര ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ജോർദാൻ 2-3 ദിവസം ജോർദാനിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈജിപ്തിലേക്ക് പോകും. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.